മിക്സിയുടെ ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എല്ലാ മെഷർമെൻറ്റും പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കോൺ സൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി 2 കപ്പ് കോൺ വേണം, സ്വീറ്റ് കോണ്. അതിൽ 1 കപ്പ് കോൺ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രോസൺ സ്വീറ്റ് കോണാണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫ്രോസൺ ഉപയോഗിച്ചത്. നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് ഈ ഒരു പരുവത്തിൽ നിന്ന് അരച്ചെടുക്കാം. അപ്പം ഇടയ്ക്കൊരു തരി കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ അതിന് ശേഷം ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം നിങ്ങൾക്ക് 1 സ്പൂൺ ബട്ടർ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ടൊന്ന് വഴറ്റാം. അതൊന്ന് വഴന്നു വരട്ടെ. എല്ലാവരെയും ഞാൻ ആ സമയം കൊണ്ട് ടേസ്റ്റ് ബഡ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതൊന്ന് മൂത്തിട്ടുണ്ട്. ആ സമയം ഞാനൊരു മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടി ഇടുകയാണ്. ഇപ്പം മീഡിയം സൈസ് സവാള ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 5-8 ആ ഒരു ബൗളിനനുസരിച്ചുള്ള ചെറിയുള്ളിയും കൂടെ അല്ലെങ്കിൽ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വാടി വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അല്ലെങ്കിൽ 1 ബൗൾ കോണ് ഇതിനകത്ത് ഫ്രഷ് ആയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ഫ്രോസനാണ്, നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ 2 കപ്പ് സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് നമ്മൾ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അപ്പം ഞാൻ എന്തായാലും ഈ ജാറിൽ അരച്ചതുകൊണ്ട് ഈ ജാറിൽ തന്നെ അങ്ങ് വെള്ളം എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 പേർക്കെന്നുള്ള അളവിൽ എടുക്കുമ്പോൾ ഒരു 2.5 കപ്പോളം വെള്ളം എടുക്കണം. കാരണം ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കുറയും. അപ്പോൾ ആ ഒരു അളവിൽ ഉള്ള വെള്ളം ഞാൻ മിക്സിയുടെ ജാർ തന്നെ കഴുകി ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ്. അതുപോലെ ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ജാറ് തന്നെ കഴുകി ഒഴിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും വെള്ളം ഒഴിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായി ചിലർക്ക് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സൂപ്പായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒരു മീഡിയം സ്പൈസി ആയിരിക്കും, ചിലർക്ക് ഒരു ലിറ്റിൽ സ്പൈസി ആയിട്ടുള്ള സൂപ്പായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ അടച്ചു വെക്കുകയാണ്. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് തിള വരാൻ വേണ്ടിയാണ് ഞാൻ അടച്ചു വെച്ചത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു പിടി അല്ലെങ്കിൽ ഒരു ബൗളോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അടിക്കൊന്നും പിടിക്കാതെ വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പിടി സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർക്കുകയാണ്. സ്പ്രിംഗ് ഓണിയൻ ചേർക്കാൻ ഇപ്പോൾ നിങ്ങളുടെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയാണ്ടർ ലീഫ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ചിലർക്ക് ഒത്തിരി കുറുകിയത് ഇഷ്ടമല്ലായിരിക്കും, ചിലർക്ക് ഇച്ചിരി ലൂസായിട്ടുള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനനുസരിച്ച് കുറുകി വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിത് സെർവ് ചെയ്യുന്നതിന് മുൻപ് ഒരു 1/2 ടീസ്പൂണോളം ആപ്പിൾ സീഡർ വിനാഗറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ തിളയ്ക്കുന്ന സമയത്ത് 1 ടീസ്പൂണോളം സോയാ സോസും ചില്ലി സോസും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒരു കടായി ഞാൻ ചൂടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ അടുത്ത സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. അതൊന്ന് ചൂടായി വരുമ്പോൾ 1 കപ്പ് ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോൾഡ് ഓട്സ് വേണമെങ്കിലും എടുക്കാം, ഇല്ലെങ്കിൽ നോർമൽ ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. 2 പേർക്ക് സെർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ഓട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. ഇത് മാറ്റിയതിന് ശേഷം സെയിം പാത്രം തന്നെയാണ് ഞാൻ നമ്മുടെ സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചൂടായി വന്നപ്പം അതിലേക്ക് 2-3 അല്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ 1 കപ്പ് ക്യാരറ്റാണ് അരിഞ്ഞതിട്ടത്.
അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ സൂപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പം ക്യാരറ്റ് ഇട്ടതിന് ശേഷം കുറച്ച് ബീൻസും കൂടെ അരിഞ്ഞതിടുകയാണ്. ഇതും കൂടെ ഒന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പം നമുക്ക് ബാക്കിയുള്ള ഇത് രണ്ടിനുമാണ് ഇച്ചിരി കുക്കിംഗ് ടൈം കൂടുതലായിട്ട് വേണ്ടത് വെജിറ്റബിൾസ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ആദ്യം ഇട്ടത്. അപ്പോൾ അത് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ ഞാൻ കുറച്ച് ബെൽ പെപ്പർ, റെഡും ഗ്രീനും ബെൽ പെപ്പറാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ടും എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്. ഉള്ളി മസ്റ്റാണ് കേട്ടോ ഏത് സൂപ്പിനാണേലും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉള്ളി നിങ്ങൾ മീഡിയം സൈസ് തന്നെ എടുക്കാനോ, അല്ലെങ്കിൽ ഒരു സ്മോൾ ആണെങ്കിൽ 2 ഒക്കെ എടുക്കുക. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കി ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവറോ ബ്രൊക്കോളിയോ ക്യാബേജിനെ കളർഫുൾ വയലറ്റ് ക്യാബേജും എല്ലാം ഉണ്ടല്ലോ, പിന്നെ മുരിങ്ങയില, അങ്ങനെ എന്ത് വേണേലും വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്ര വെജിറ്റബിൾസാണ് ആഡ് ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പോളം സ്വീറ്റ് കോണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ് കോൺ നമ്മുടെ സൂപ്പുകൾ, വെജിറ്റബിൾ സൂപ്പിനാണെങ്കിലും നമ്മുടെ ഈ സൂപ്പിനൊക്കെ ചേർക്കാമെങ്കിൽ ഒന്ന് കടിക്കാൻ ഒരു കഷ്ണം പോലെ കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൂപ്പിന് വേണ്ടി സ്വീറ്റ് കോണും കൂടെ ആഡ് ചെയ്തേക്കണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓട്സും കൂടെ ഇതിനകത്തോട്ട് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇടണമെങ്കിൽ ഇടാമേ. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസും നമ്മുടെ ഓട്സും ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടണം. അതിനനുസരിച്ച് നമുക്ക് 2.5 ഗ്ലാസ് അല്ലെങ്കിൽ 3 ഗ്ലാസോളം വെള്ളം ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം കാരണം ഒന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയും. പിന്നെ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്ത് വരണം. അപ്പോൾ ഓട്സും കുക്ക് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാം അതിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് അടപ്പ് പൊക്കി നമ്മൾ 1 കപ്പ് സ്പ്രിംഗ് ഓണിയനാണ് ഇതിന് ചേർക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീഫ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണേലും ചേർക്കാവുന്നതാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറുകണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉള്ള കൺസിസ്റ്റൻസി ആകുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസും വെന്ത് നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓട്സിൻ്റെ സൂപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ആപ്പിൾ സീഡർ വിനാഗറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ പറയുന്നത്. ഇല്ല നിങ്ങൾ ഡയറ്റ് ചെയ്താൽ നോർമലായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചില്ലി സോസും അതുപോലെ സോയ സോസും ചേർത്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആപ്പിൾ വിനാഗറാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാത്രം നമ്മൾ സെർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രഷർ കുക്കർ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതിട്ടിട്ടുണ്ട്. ഒരു ക്യാരറ്റ് മുറിച്ചത് 1/2 പീസ് അത് മുറിച്ചത് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് കുക്കറിനകത്തോട്ട് ഇടുകയാണ്. നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ടൊമാറ്റോ സൂപ്പിന് ഉപയോഗിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ആദ്യം ഒന്ന് കട്ട് ചെയ്തിടുകയാണ്. ഒരു ചെറിയൊരു സവാളയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണേലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ടൊമാറ്റോ സൂപ്പാണല്ലോ ഇല്ല, അപ്പം അതിനനുസരിച്ച് ഇപ്പം ഞാൻ 2 പേർക്ക് സെർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയിലാണ് പറയുന്നത്, അല്ലെങ്കിൽ 2 ബൗൾ ക്വാണ്ടിറ്റിയുടെ അളവാണ് പറയുന്നത്. അതിനുവേണ്ടി ഒരു വലുതും ഒരു മീഡിയം സൈസും ആയിട്ടുള്ള തക്കാളിയും കൂടെയാണ് ഞാൻ ഇതിനെടുക്കുന്നത്. അതും കൂടെ നമുക്കിതിനകത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 2-3 വിസിൽ വന്നാൽ മതി. വെജിറ്റബിൾസ് ആയിട്ട് ഒത്തിരി വേദനയില്ല, പക്ഷേ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം നമുക്ക്. അതിനുവേണ്ടി 1-2 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ
കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറി, ചെറിയ ചൂടോടാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ നമ്മൾ കുക്ക് ചെയ്ത അതേ വെജിറ്റബിൾസ് അതേ വെള്ളത്തോടു കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കിത്. അങ്ങനെ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊന്ന് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അരിക്കുമ്പോൾ തിക്കായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിത് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇത് അടുപ്പേ വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. നമ്മൾ കുക്കറിൽ വേവിച്ചപ്പോഴൊന്നും കുരുമുളക് പൊടിയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് നമ്മളിത് ചേർക്കുന്നത്. ഈ അടുപ്പേ വെച്ച് ഇങ്ങനെ നമ്മൾ ഒരു സോസ് പാനിൽ വെച്ച് ഇങ്ങനെ ഇളക്കുന്ന സമയത്താണ് നമ്മളിത് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കുറിയ കൺസിസ്റ്റൻസി വേണമെങ്കിൽ 2-3 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ എനിക്ക് കുറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ടൊമാറ്റോയും മറ്റ് വെജിറ്റബിൾസും എല്ലാം കൂടെ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം അരിച്ചെടുത്തത് കൊണ്ട് നമുക്കിതിലിനി കോൺ സ്റ്റാർച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണം കുറച്ചും മല്ലിയിലയും കൂടെ ഒന്ന് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്നും ഇടുന്നില്ല. ഞാനിതൊന്ന് സെർവ് ചെയ്തും കൂടെ കാണിക്കാം. ടൊമാറ്റോ സൂപ്പ് ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചൂടോട് കൂടെ തന്നെ കുടിക്കാവുന്നതാണ്. ഇതിൽ ടൊമാറ്റോ ആയതുകൊണ്ട് എന്തായാലും ഒരു പുളിരസം എല്ലാം ഉള്ളതുകൊണ്ട് നമുക്കിതിനകത്ത് വിനാഗിരി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് നമുക്കിത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടുത്ത വെജിറ്റബിൾ സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കടായി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ കുറച്ച് ബട്ടർ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഒഴിക്കുക. അര ടേബിൾ സ്പൂണോളം മതി. അതൊന്ന് ചൂടായി വരുമ്പം നമ്മൾ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഇന്നത്തെ ഈ വെജിറ്റബിൾ സൂപ്പിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇവൻ നിങ്ങൾ ബീട്രൂട്ട് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ബീട്രൂട്ട് ചേർക്കുമ്പോൾ നമ്മുടെ എൻ്റെ സൂപ്പിൻ്റെ കളർ തന്നെ ചേഞ്ച് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കോളിഫ്ലവറോ ബ്രൊക്കോളിയോ ക്യാരറ്റോ ക്യാബേജ് അല്ലെങ്കിൽ മല്ലിയില അതുപോലെ നിങ്ങൾക്ക് മുരിങ്ങയില വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. മുരിങ്ങയിലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിനയില, നമ്മൾ പാലക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ സൂപ്പ് അതിന് വേണ്ടി എന്തായാലും ഓണിയൻ ഇതിനകത്ത് കമ്പൽസറി ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബൗളോളം ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തു. അതിനുശേഷം അല്പം ക്യാരറ്റും അല്പം സ്വീറ്റ് കോണും കൂടാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബീൻസും അതുപോലെ മറ്റുള്ള വെജിറ്റബിൾസും കൂടെ കുറച്ചായിട്ട് ഇതിനകത്തുനിന്ന് ആഡ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഞാൻ ചേർക്കുകയാണ്. ഇത് തിളയ്ക്കുമ്പം നന്നായിട്ട് ഇത് വെജിറ്റബിൾസ് ബാക്കിയും കൂടെ കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ 2 പേർക്ക് സെർവിയുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇത് പറയുന്നത്. നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയില പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവർ ലഭിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചില്ലി സോസും സോയാ സോസും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും അത് രണ്ടും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് നമുക്കിതിനെ തിളച്ച് വന്നതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ. നമുക്ക് അതുവരെ ഒന്നുകിൽ അടച്ചു വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഉള്ളി വഴറ്റിയപ്പോൾ ഇച്ചിരി ഒന്ന് അടുക്കി പിടിച്ചായിരുന്നു. അതാണ് കളറ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ.
അപ്പോൾ അതായത് ഒരു സോയ സോസ് ചേർത്ത പോലെ തോന്നും, പക്ഷേ എൻ്റെ ഉള്ളി അടുക്കി പിടിച്ചതിൻ്റെ കളറാണത്. വെള്ളം ഒഴിച്ചപ്പോൾ അതൊന്ന് ഇളകി വന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് വേണം. കോൺ സ്റ്റാർച്ച് അല്പം വെള്ളത്തിൽ കൂടെ കലക്കി നമ്മുടെ ഈ സൂപ്പിനകത്തോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ വെന്ത് തന്ന വെജിറ്റബിൾസ് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് തിളച്ചതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഒഴിക്കാവുന്നതാണ്. അതും കൂടെ ഒഴിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് കുറുകി വരണമെങ്കിൽ അത്രയും നേരം കുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ പരുവത്തിനനുസരിച്ച് കുക്ക് ചെയ്ത് ബാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിന് തീ ഓഫ് ചെയ്യാം. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോയാ സോസും ചില്ലി സോസും ഒന്നും ഉപയോഗിക്കുന്നില്ല, പകരം ആപ്പിൾ സിഡർ വിനാഗർ ഒഴിച്ചാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ചേർത്താൽ മതി. ഇപ്പം ബാക്കി എന്തെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒഴിക്കേണ്ട, നമ്മൾ സെർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ മാത്രം വിനാഗർ ഒഴിച്ച് സെർവ് ചെയ്താൽ മതി. അങ്ങനെ ചെറിയ ചൂടോടുകൂടെ തന്നെ നമ്മുടെ സൂപ്പ് കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മളിന്ന് കാണിച്ച എല്ലാ വെജിറ്റബിൾ സൂപ്പുകളും അല്ലെങ്കിൽ എല്ലാം വെജായിട്ടുള്ള സൂപ്പുകളായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സിൽ. എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.